നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം നമസ്കാരം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ഏപ്രിൽ മാസം അവസാനത്തെ ആഴ്ചയോടുകൂടി ഉണ്ടാകുന്ന യോഗമാണ് ധനയോഗം. തീർച്ചയായിട്ടും ധനയോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ധനം വന്നു ചേരുന്നതിനുള്ള യോഗമാണ്. 2026 ഏപ്രിൽ അവസാനത്തോടുകൂടി സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന വിഷുവൊക്കെ ആ ഒരു വ്യവസ്ഥയിൽ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങൾ പലതും രാശിമാറ്റം നടക്കുന്ന സമയം കൂടിയിട്ടാണ്. അങ്ങനെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള വരവും പ്രധാന അനുഗ്രഹ സിദ്ധിയുള്ള ഗ്രഹങ്ങൾ രാശിമാറ്റം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമായി വന്നു ചേരുന്ന സർവ്വ സൗഭാഗ്യദായകമായിരിക്കുന്ന യോഗമാണ് ധനയോഗം. തീർച്ചയായും ഈ ധനയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്ന നക്ഷത്രജാതരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു വർഷക്കാലത്തോളം ധനയോഗത്തിൻ്റേതായ ഗുണം ലഭിക്കും. ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെ ഉണ്ടാകുന്ന സമയം ധനയോഗത്തിൻ്റേതായ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. ആദ്യമായി രോഹിണി നക്ഷത്രത്തെ നമുക്ക് പരിശോധിക്കാം. രോഹിണി നക്ഷത്രം ധനയോഗത്തിൻ്റെ പരിധിയിൽ വരുന്ന നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം 2ാമത്തെ ആഴ്ച മുതൽ സുവർണ കാലഘട്ടം തന്നെയാണ്. ഇലക്ട്രോണിക് സർവീസ് മേഖലയിൽ വളരെയധികം പുരോഗതി വന്നു ചേരുന്ന സമയമാണിത്. അതുപോലെ തന്നെ സെയിൽസ്, ബിസിനസ് രംഗങ്ങളും പുരോഗമിപ്പിക്കുവാൻ കഴിയുന്ന അവസരമാണ് ധനയോഗ വ്യവസ്ഥയിലൂടെ വന്നു ചേർന്നിരിക്കുന്നത്. ഈ ഏപ്രിൽ മാസം അവസാനത്തെ ആഴ്ച മുതൽ 2027 ഏപ്രിൽ മാസം വരെ ഉണ്ടാകുന്ന സമയം ഇലക്ട്രോണിക്സ് ബിസിനസ്സുകൾ, ഇലക്ട്രോണിക്സ് മേഖല, ബിസിനസ് രംഗങ്ങൾ, ഇതൊക്കെ രോഹിണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യദായകമായ അനുഭവസ്ഥിതിയിൽ എത്തിച്ചേരും. വരുമാന വർധനവിനുള്ള വഴികൾ തുറന്നു കിട്ടും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനായുള്ള ഭാഗ്യവും വന്നു ചേരും. പഴയകാല കടബാധ്യതകളൊക്കെ തീർക്കുന്നതിനായിട്ട് ഈ സമയം അനുഭവവേദ്യമാകും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ഇളനീരഭിഷേകം നടത്തുന്നത് വളരെ ഭാഗ്യദായകമായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവസരങ്ങളിലെല്ലാം വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഭാഗ്യദായകമാണ്. തീർച്ചയായും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ 2026 ഏപ്രിൽ അവസാനത്തെ ആഴ്ച മുതൽ 2027 ഏപ്രിൽ മാസം വരെ ഉണ്ടാകുന്ന സമയം സൗഭാഗ്യദായകമായ സമയം തന്നെയാണ്. തൊഴിൽ സാധ്യതകളാണെങ്കിലും സമ്പത്തിൻ്റെ സാധ്യതകളാണെങ്കിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു നല്ല സമയമാണിത്. അടുത്തത് പൂരം നക്ഷത്രമാണ്.
ചിങ്ങക്കൂറിലെ പൂരം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെതായിരിക്കുന്ന അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് സാമ്പത്തികവും ഭാഗ്യവുമായിരിക്കുന്ന നല്ല സമയമെന്ന് വേണം പറയാൻ. 2026 ധനയോഗത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന പൂരം നക്ഷത്രം ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്ക് ധനസാധ്യത ഏറി വരുന്ന നക്ഷത്രം തന്നെയാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിസ അതിൻ്റെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അതെല്ലാം മാറിക്കിട്ടും. 2026 ഏപ്രിൽ മാസം അവസാനം മുതൽ വിദേശ യാത്രയ്ക്ക് ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി വിദേശത്തേക്ക് പോകാനും കഴിയും. പോകുക മാത്രമല്ല, വളരെ നല്ല സാമ്പത്തിക വ്യവസ്ഥിതികൾ ഏറ്റെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ജോലിയും ലഭിക്കും. നാട്ടിൽ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ ബിസിനസ് പരമായി വളരെയധികം പുരോഗമനം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. പ്രൈവറ്റ് ബാങ്കിങ് സിസ്റ്റം, അതുപോലെ തന്നെ പലചരക്ക് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ബേക്കറി പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് വളരെ ഭാഗ്യദായകമാണ്. അതുപോലെ തന്നെ ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ വ്യവസ്ഥകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് ധനം വന്നു ചേരാനുള്ള ഭാഗ്യവും പൂരം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധനലാഭം ഉണ്ടാകുമെങ്കിലും ഒരു ചെറിയ ശ്രദ്ധ അനിവാര്യമാണ്. ചതിക്കുഴിയിലൊന്നും ചെന്നുപെടാതെ നോക്കിക്കൊള്ളണം. ധനം കയ്യിലേക്ക് വന്നു ചേരുമ്പോൾ ധാരാളം ആളുകൾ സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടുമൊക്കെ വന്നു ചേരാം. അവരിലൂടെ ചില ചതികൾ വന്നു ചേരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂരം നക്ഷത്രക്കാരോട് എടുത്തു പറയാനുള്ള കാര്യം അത് മാത്രമാണ്. ധനഭാഗ്യം നന്നായിട്ട് നിലനിൽക്കുന്ന നക്ഷത്രമാണ് പൂരം നക്ഷത്രം. വെള്ളിയാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രത്തിൽ പട്ടും വളയുമൊക്കെ സമർപ്പിച്ചുള്ള പ്രാർത്ഥന വളരെ ഭാഗ്യദായകമായിരിക്കും. പട്ടും താലിയും സമർപ്പിച്ചുള്ള പ്രാർത്ഥനയും വളരെ ഭാഗ്യദായകമായിരിക്കും വെള്ളിയാഴ്ചകളിൽ. എല്ലാ വെള്ളിയാഴ്ചകളിലും സമയം നോക്കി ദേവീക്ഷേത്രങ്ങളിൽ പോകുന്നത് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യദായകമാണ്. എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ, അതായത് ജീവൽ കർമ്മ വ്യവസ്ഥിതിയിലാണെങ്കിലും, കാർഷിക മേഖലയിലാണെങ്കിലും, തൊഴിൽ മേഖലയിലാണെങ്കിലും, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഒക്കെ ഭാഗ്യങ്ങളുടേതായിരിക്കുന്ന ഒരു വലിയ വ്യവസ്ഥിതി തന്നെ പൂരം നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വാസ്തവത്തിൽ ധനയോഗം മിശ്രമായ ഫലമാണ് നൽകുന്നതെങ്കിലും സ്വാഭാവികമായും പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ മിശ്രഫലം ഗുണഫലമായി മാറുകയും ചെയ്യും. എല്ലാം ഈശ്വരൻ്റെ കൈകളിൽ തന്നെയാണല്ലോ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ആയില്യ നാളുകാർ നാഗക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ, കാളി ക്ഷേത്രത്തിൽ ഒക്കെ ദർശനം നടത്തുക. ആ ദർശനം ഗുണദോഷ ഫലങ്ങളാണ് നിലനിൽക്കുന്നതെങ്കിലും ദോഷത്തെ മാറ്റി ഗുണമാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് ഈ പെൻഷനൊക്കെ പറ്റുന്ന സമയത്ത് പെൻഷൻ തുക അല്പ വ്യവസ്ഥകളിൽ തടഞ്ഞു വയ്ക്കപ്പെട്ടവർക്ക് അത് ലഭിക്കുക തുടങ്ങി ഒരുപാട് ധനമാർഗ വ്യവസ്ഥകൾ വന്നു ചേരുകയാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യം. അപ്പോൾ തീർച്ചയായിട്ടും മുടങ്ങിക്കിടക്കുന്ന ധനങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നു ചേരും. ആയില്യം നക്ഷത്രക്കാരുടെ തടസ്സപ്പെട്ടു കിടന്ന വൈവാഹിക ജീവിതമൊക്കെ വിവാഹത്തിൽ കലാശിക്കും. ആയില്യം നക്ഷത്ര ജാതരായവരായിരിക്കുന്നവരുടെ മക്കൾക്കുള്ള വിവാഹ തടസ്സങ്ങൾ വരെ മാറുന്ന സമയമാണ് ഈ ധനയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു ജോലി രാജിവെക്കുകയോ പുതിയ ഇവൻറ്റുകൾ തുടങ്ങുകയോ എടുത്ത് ചാടി ചെയ്യാതെ ഇരിക്കുക. വളരെ ആലോചിച്ചും കണ്ടും ചെയ്യുക എന്നുള്ളതാണ്. ഏതാണ് ഞങ്ങളെ അല്ലെങ്കിൽ ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്ന് ഓരോ നാളുകാരും വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളാവൂ. പ്രൈവറ്റ് ബാങ്കിങ് സിസ്റ്റം ഇവർക്ക് ചേരുന്നതാണ്. ബേക്കറി സ്ഥാപനങ്ങൾ നടത്തുക എന്ന് പറയുന്നവർക്ക് ചേരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ലോട്ടറി ഷോപ്പുകൾ നടത്തുക എന്ന് പറയുന്നത് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വഴിയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള വരുമാന വ്യവസ്ഥകൾ, ബിസിനസ്സുകളൊക്കെ ഇവർക്ക് നന്നായി വിജയിപ്പിക്കുവാൻ കഴിയും. ഈ ഓരോ വർഷക്കാലത്തിലെ ഓരോ മാസത്തെയും ആയില്യം നാൾ നോക്കി സർപ്പ രാജാവിനും ദേവതയ്ക്കും പാൽപ്പായസമോ നൂറുംപാലും വഴിപാടുമോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഭാഗ്യദായകമാണ്.
അപ്പോൾ തീർച്ചയായും ഏത് മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും സാമ്പത്തിക മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും വിദേശ മേഖലയാണെങ്കിലും എന്ന് വേണ്ട എല്ലാ മേഖലകളിലും ദൈവികമായിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടി കടന്നു ചെന്നാൽ ഭാഗ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വ്യവസ്ഥകളിൽ എത്തിച്ചേരാൻ ആയില്യം നാളുകാർക്കും ഭാഗ്യമുണ്ട്. അടുത്തത് മൂലം നക്ഷത്രമാണ്. ഏപ്രിൽ അവസാന ആഴ്ചയോടുകൂടി വ്യാഴ ഗ്രഹത്തിൻ്റേതായിരിക്കുന്ന ഭാഗ്യഫലങ്ങൾ മൂലം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. സന്താനങ്ങൾക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും കുടുംബ സ്വത്ത് കൈവശം വന്നു ചേരുന്നതിനുമുള്ള ഭാഗ്യമുണ്ടാകും. പുതിയ ബിസിനസ്സുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ടുള്ള സാധ്യത തെളിഞ്ഞു വരും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവർത്തനങ്ങളും തുടങ്ങിവെക്കാനും പൂർത്തീകരിക്കുവാനുമുള്ള ഭാഗ്യവ്യവസ്ഥകൾ വന്നു ചേരും. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പണവും നരസിംഹമൂർത്തിക്ക് പാനക വഴിപാടും വ്യാഴാഴ്ചകളിൽ നടത്തുന്നത് മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യദായകമായ വ്യവസ്ഥയെ ഉറപ്പിക്കുവാൻ കാരണമാകും. തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും കർമ്മ മേഖലാപരമായിട്ടാണെങ്കിലും കലാ കായിക സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മേഖലകളാണെങ്കിലും ഈ മേഖലകളുടെയൊക്കെ നേതൃത്വ സ്ഥാനത്ത് എത്തുവാനും അതുപോലെ തന്നെ ഭാഗ്യദായകമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരാനുമുള്ള ഭാഗ്യം ധനയോഗത്തിലൂടെ മൂലം നക്ഷത്രക്കാരിലേക്ക് വരിക തന്നെ ചെയ്യും. അടുത്തത് ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങളാണ്. മകരക്കൂറിലെ ഈ നക്ഷത്രക്കാർക്ക് വമ്പൻ സൗഭാഗ്യങ്ങളാണ് ധനയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നത്. ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റവും ഭരണപരമായ മേഖലയിൽ നേതൃത്വ പദവിയും ലഭിക്കുവാനുള്ള ഭാഗ്യം ഉത്രാടം തിരുവോണം നക്ഷത്ര ജാതർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉന്നത പരീക്ഷകളിലും അഭിമുഖങ്ങളിലുമൊക്കെ വിജയിക്കുവാൻ കഴിയും. തൊഴിലിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പുതിയ തൊഴിൽ മേഖലകളിൽ ജോയിൻ്റ് ചെയ്യുവാനുള്ള ഭാഗ്യവും വന്നു ചേരും. അതുപോലെ തന്നെ ഒന്നിലധികം ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കും. സാമ്പത്തിക ഭദ്രത കയ്യിൽ വരും. അന്യദേശവാസത്തിലൂടെ അതായത് വിദേശവാസത്തിലൂടെ ധാരാളം സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും ഉത്രാടം തിരുവോണം നക്ഷത്ര ജാതർക്ക്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജന വഴിപാടും എള്ള് പായസ വഴിപാടും എള്ളുതിരി കത്തിക്കലും നടത്തുക എന്നുള്ളതാണ്. ശനിയാഴ്ചകളിൽ തീർച്ചയായിട്ടും എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന വളരെ ഭാഗ്യദായകമായിട്ടുള്ള അനുഭവത്തെ തരുന്നതാണ്. ശനി വ്യവസ്ഥകൾ ഏറ്റവും കൂടി നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ടും നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകണം എന്നുള്ളത് കൊണ്ടുമാണ് ശാസ്താക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറയുന്നത്. തീർച്ചയായും സൗഭാഗ്യദായകമായ ഒരുപാട് കാര്യങ്ങൾ 2026 സംഭവിക്കുക തന്നെ ചെയ്യും. 27 ഏപ്രിൽ മാസം വരെ ആ ഗുണം നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ദൈവികമായ വിശ്വാസം തികച്ചും ശാസ്ത്രഭജനം അനിവാര്യമാക്കി തന്നെ വയ്ക്കണം. വിദ്യാഭ്യാസമാണെങ്കിലും കാർഷികമാണെങ്കിലും വിദേശമാണെങ്കിലും ബന്ധപ്പെടുന്ന ഏത് മേഖലയിലും സർവ്വ വിജയങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതാണ് ധനയോഗം നിങ്ങൾക്ക് തരുന്ന ഭാഗ്യം. അടുത്തത് ചതയം പൂരുരുട്ടാതിയാണ്. കുംഭക്കൂറിലെ ഈ നക്ഷത്ര ജാതർക്ക് ഏപ്രിൽ 10 ശേഷം മൗഢ്യമായ അവസ്ഥ മാറിക്കിട്ടുമെന്നുള്ളതാണ്. ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ വന്നിട്ടും അനുഭവവേദ്യമാകാത്ത ആ വ്യവസ്ഥയ്ക്കാണ് മൗഢ്യത എന്ന് നമ്മൾ പറയുന്നത്. ആ മൗഢ്യം മാറും. എല്ലാത്തിനും മുമ്പോട്ട് നീങ്ങുന്നതിനായിട്ടൊരു ആലസ്യഭാവം ചതയം പൂരുരുട്ടാതി നാളുകാർക്കുണ്ടായിരുന്നു. അത് മാറുകയാണ് ധനയോഗത്തിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അനുഭവം. ഒരു വർഷക്കാലത്തോളം നമുക്ക് ധനത്തിൻ്റേതായ വരവ് നന്നായി ഉണ്ടാകും. അത് ഏത് മേഖലയെന്ന് പറയാനാവില്ല. വിദ്യാഭ്യാസ മേഖലയാവാം, കർമ്മ മേഖലകളാകാം, വിദേശ മേഖലയാകാം, തൊഴിൽ മേഖലകളാകാം എന്ന് വേണ്ട ഏത് മേഖലയിലും കലാ കായിക സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക മേഖലകളാകാം ഇതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുവാനുള്ള ഭാഗ്യമൊക്കെ ധനയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നുണ്ട്. സാമ്പത്തിക വിഷമതകൾക്ക് വലിയ തരത്തിൽ തന്നെ ഒരു മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഊർജവും അംഗീകാരവും ലഭിക്കും. സാമ്പത്തികമായ നിലവാരത്തിൽ സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ശാസ്താക്ഷേത്രത്തിൽ നീല ശംഖുപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക തുടങ്ങിയവ ചതയം പുരുരുട്ടാതി നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉയർന്ന തരത്തിലുള്ള ചിന്തകളും ഉയർന്ന തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥകളും വന്നു ചേരുന്ന
സമയമാണ് 2026 ഏപ്രിൽ അവസാനത്തെ ആഴ്ച മുതൽ 2027 ഏപ്രിൽ മാസം വരെ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ചതയം പുരുരുട്ടാതി നക്ഷത്ര ജാതർക്ക് എല്ലാ വ്യവസ്ഥയിലും ഒരു പുരോഗമനം. ഇന്നലെ വരെ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ നിലവാരം താഴ്ന്നു നിലനിന്നിരുന്ന ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും സാമ്പത്തിക ഭദ്രതയില്ലായ്മ, ബുദ്ധിമുട്ടുകൾ, രോഗദുരിതാദികൾ, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാർന്നു നിന്ന ചതയം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ അവസാനത്തെ ആഴ്ച മുതൽ സർവ്വഭാഗ്യങ്ങളും പുരോഗമനങ്ങളും വന്നു ചേരുക തന്നെ ചെയ്യും. തീർച്ചയായും ശാസ്താക്ഷേത്രത്തിൽ നീല ശംഖുപുഷ്പം കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കലും അതുപോലെ ദരിദ്രർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക. സമയത്ത് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്ന അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് ക്ഷേത്രം നോക്കേണ്ട, നമുക്ക് പോകാൻ കഴിയുന്നത് ഏത് ക്ഷേത്രത്തിലാണോ ആ ക്ഷേത്രത്തിലേക്ക് പോവുക. നമ്മുടെ കൈവശമുള്ള തുകയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറു വഴിപാടുകൾ സമർപ്പിച്ച് ഈശ്വര സന്നിധിയിൽ 10-20 മിനിറ്റൊക്കെ ചിലവാക്കി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായ അനാവശ്യ ചെലവുകൾ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയുന്നു. അപ്പോൾ എല്ലാ നന്മകളും ഈശ്വര പക്കൽ നിന്നും അനുഗ്രഹത്തിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.